ഹലോ എവ്രി വൺ. ലേൺ വൈസിന്റെ മറ്റൊരു ഹിസ്റ്ററി എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മിലീന. ലേൺ വൈസിലെ ഹിസ്റ്ററി ഫാക്കൽറ്റിയാണ്. നമ്മൾ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിന്റെ യൂണിറ്റ് 1 ആയിരുന്നു ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു. അതിൽ ചോള, ചേര, പാണ്ഡ്യ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ഒക്കെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്. അവിടെ നിന്ന് നമ്മൾ പാർട്ട് 2ലേക്ക് കടക്കുകയാണ്. നമ്മൾ അധികം ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇത് പാർട്ട് 2 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നേരിട്ട് ചാപ്റ്റേഴ്സിലേക്ക് പോകാം. നമ്മൾ പ്രീ സ്റ്റേറ്റ് സിറ്റുവേഷൻ ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേരത്തെ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ സംഘകാലഘട്ടത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ഹിസ്റ്റോറിയൻസ് വിചാരിച്ചു കൊണ്ടിരുന്നത് അവരുടെ റിസർച്ചുകളിലൂടെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഒരു രീതിയിൽ ഒരു രാജവാഴ്ചയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പുതിയ റിസർച്ചുകൾ വന്നപ്പോൾ അതിൽ ആ ഒരു തീസിസിന് ഒരുപാട് ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ട്. പുതിയ കാലത്തെ റിസർച്ച്, പുതിയ കാലത്തെ ഹിസ്റ്റോറിയൻസ് പറയുന്നത് ചേര, ചോള, പാണ്ഡ്യാസിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു രീതിയിൽ ഒരു ചീഫ്ഡംസ്, ഒരു നാടുവാഴികളുടെ കീഴിലുള്ള ഒരു കമ്മ്യൂണിറ്റി സെറ്റപ്പിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്രമമായിരുന്നു ചേര, ചോള, പാണ്ഡ്യാസിന്റേത് എന്നുള്ളതാണ് പുതിയ റിസർച്ചേഴ്സ് എല്ലാം, പുതിയ ഹിസ്റ്റോറിയൻസ് എല്ലാം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സ്ട്രാറ്റിഫൈഡ് ആയിട്ട്, മോർ ഓർ ലെസ് ഈക്വൽ ആയിട്ടുള്ള, വലിയ രീതിയിൽ വ്യത്യാസങ്ങളില്ലാത്ത, വലിയ രീതിയിൽ ഹയറാർക്കീസ് ഒന്നും ഇല്ലാത്ത ഒരു പ്രീ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ചേര, ചോള, പാണ്ഡ്യാസിന്റേത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കും. ഇനി ഇവരുടെ കുറച്ച് ഫീച്ചേഴ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഒരു പ്രീ സ്റ്റേറ്റ് സൊസൈറ്റി, സംഘം ഏജിലെ ചോള, ചേര, പാണ്ഡ്യാസ് ഉൾപ്പെടുന്ന ആ ഒരു സമൂഹത്തിന്റെ പ്രീ സ്റ്റേറ്റ് അവസ്ഥയിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ഡിഫറെന്റ് ഫോംസ് ഓഫ് സബ്സിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉപജീവന ക്രമങ്ങൾ എന്നൊക്കെ പറയില്ല, 4 രീതിയിലുള്ള ഇമ്പോർട്ടന്റ് ഉപജീവന ക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് ഹണ്ടിങ് ഗ്യാതറിംഗ് ആണ്. വേട്ടയാടിയിട്ടും ഭക്ഷ്യവസ്തുക്കളെല്ലാം ഗ്യാദർ ചെയ്തിട്ടും ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ഉപജീവന ശൈലി ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ കാറ്റിൽ കീപ്പിംഗ്, കന്നുകാലികളെ വളർത്തിക്കൊണ്ടുള്ള മറ്റൊരു ശൈലി അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, ഈ കരകൗശല വസ്തുക്കളെല്ലാം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടുള്ള മറ്റൊരു ഇക്കണോമിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലും അവരെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു ആ ഒരു സമൂഹത്തിന്റെ ഇക്കണോമിക് ബേസ് എന്ന് പറയുന്നത്. ഈ ഒരു ബേസിൽ 5 ഇക്കോ ടൈപ്സ്, 5 പ്രദേശങ്ങൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ഓരോ ഇക്കണോമിക് ആക്ടിവിറ്റിയും ഓരോ 5 പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 5 പ്രദേശങ്ങളെ, ഈ ഒരു പ്രീ സ്റ്റേറ്റ് അവസ്ഥയെ, ഈ ഒരു പ്രീ സ്റ്റേറ്റ് സംഘകാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഈ 5 പ്രദേശങ്ങളെ ഐൻ തിണൈ എന്നുള്ള വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഡൈവേഴ്സ് ആയിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ സൂചിപ്പിക്കുന്ന, ഡൈവേഴ്സ് ആയിട്ടുള്ള ഇക്കോളജിക്കൽ ഒരു സ്പിയറിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഐൻ തിണൈ എന്ന് പറയുന്ന വാക്ക്. നമ്മൾ പൊതുവെ കേട്ട് പരിചയമുള്ള വാക്കായിരിക്കും. പ്ലസ് 2-ലായാലും 10ാം ക്ലാസ്സിലൊക്കെ ആയാലും ഐൻ തിണൈ, 5 തിണകൾ എന്നുള്ള വാക്കുകളെല്ലാം നമ്മൾ കേട്ട് പഴകിയ ഒരു വാക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അധികം എക്സ്പ്ലനേഷന്റെ ആവശ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു വാക്കാണ് ഊർ എന്നുള്ള വാക്ക്. അതായത് നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന ഊര് എന്നുള്ള വാക്കിന്റെ ഒപ്പം ചേർത്ത് വായിക്കാവുന്ന ഊർ എന്നുള്ളൊരു വാക്ക്. ഈ ഒരു വാക്ക് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽമെന്റ്സിനെയാണ്. അതായത് സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ആവാസ ഇടങ്ങളുണ്ടല്ലോ, അവര് താമസിക്കുന്ന ആ ഒരു ഇടങ്ങൾ. പക്ഷെ ഈ ഒരു ഇടങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിൻഷിപ്പ് ബേസ്ഡ് ആയിരിക്കും. അവര് രക്തബന്ധത്താൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, ഒരു കുടുംബങ്ങള്, ബന്ധുക്കൾ ഒന്നിച്ചു ചേർന്ന് ഒരു സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആവാസ കേന്ദ്രത്തില്, ഒരു ആവാസ എന്താ പറയാ, ആവാസ ഇടങ്ങളില് ഒന്നിച്ചു ചേർന്ന് താമസിക്കുന്ന അത്തരം ഇടങ്ങളെയാണ് ഉർ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഐൻ തിണൈ എന്ന് പറയുന്ന വാക്കിനെ നമുക്കൊന്ന് മുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 5 തിന എന്നുള്ള ഒരു രൂപത്തിലേക്ക് നമുക്കതിനെ എത്തിക്കാനായിട്ട് സാധിക്കും. അതായത് 5 തിനകൾ, 5 ഇക്കോ ടൈപ്സ് കൂടി ചേരുന്ന ഒന്നാണ് സംഘകാലഘട്ടത്തെ പൊളിറ്റി എന്ന് നമുക്ക് ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കും. ഇതിൽ 5 ഇക്കോ ടൈപ്സ്, 5 തിനകളിൽ ആദ്യത്തെ ഇമ്പോർട്ടന്റ് തിനയാണ് കുറിഞ്ചി എന്ന് പറയുന്ന തിന. കുറിഞ്ചി എന്ന് പറയുന്നത്
ഒരു ഹിൽ പ്രദേശമാണ്, ഹില്ലി ആയിട്ടുള്ള കുന്നും മലയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ പ്രധാനമായിട്ടും ഹണ്ടിങ് ആൻഡ് ഗ്യാദറിംഗ് ആയിരുന്നു അവിടുത്തെ പ്രധാന ഉപജീവന മാർഗം. ഒരു വേട്ടയാടിക്കൊണ്ടും ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചുകൊണ്ടുമാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് മുല്ലൈ എന്ന് പറയുന്ന പ്രദേശം വരുന്നുണ്ട്. അത് ഗ്രാസ് ലാൻഡ്സ് ആണ്. ഈ പുല്ലുകളെല്ലാം കൂടിയിട്ടുള്ള ഒരു ഗ്രാസ് ലാൻഡ്, അത്തരം ഒരു പ്രദേശമാണ്. ഇവിടെ കന്നുകാലി വളർത്തലായിരുന്നു അവരുടെ പ്രധാന ഉപജീവന മാർഗം. മരുതം എന്ന് പറയുന്ന വെറ്റ് ലാൻഡ്സ് ആണ്. വളരെ അഗ്രികൾച്ചറലി ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആണ്. ഇവിടത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ തന്നെയാണ്. പിന്നീട് നെയ്തൽ വരുന്നുണ്ട്. നെയ്തൽ എന്ന് പറയുന്ന കോസ്റ്റൽ ഏരിയ, കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഏരിയ ആണ്. ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫിഷിംഗ് ആൻഡ് സോൾട്ട് മേക്കിംഗ് ആണ്. നമുക്കറിയാലോ, കടലിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ. പിന്നീട് ഇമ്പോർട്ടന്റ് ആണ് പാലൈ എന്ന് പറയുന്ന പ്രദേശം. പാർഷ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതായത് ഒട്ടും ഫെർട്ടൈൽ അല്ലാത്ത, വരണ്ട് കിടക്കുന്ന, ഒന്നും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത, അത്ര വരണ്ട് കിടക്കുന്ന നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, അങ്ങനെ ഒരു ഏരിയ ആണ്. അവിടെ ജീവിച്ചിരുന്ന വ്യക്തികള് കൊള്ളയടിച്ചിട്ടൊക്കെയാണ് അവരുടെ ഉപജീവന മാർഗം. അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ കൊള്ളയടിച്ചിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള തിണകളിൽ പോയി കൊള്ളയടിച്ചിട്ടൊക്കെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. സംഘകാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എടുത്ത് നമ്മൾ ഒന്നും കൂടെ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഡിഫറെന്റ് ലെവൽസിലുള്ള ചീഫ്സിനെ കാണാനായിട്ട് സാധിക്കും. ഡിഫറെന്റ് ലെവൽസിലെ നാടുവാഴികളെ കാണാനായിട്ട് സാധിക്കും. ഇത്തരം പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിലേക്കെല്ലാം നമ്മളെ നയിക്കുന്ന ഇമ്പോർട്ടന്റ് സോഴ്സസ് എന്ന് പറയുന്നത് സംഘം ലിറ്ററേച്ചറും ആർക്കിയോളജിക്കൽ എവിഡൻസും, അതുപോലെ തന്നെ ഗ്രീക്കോ റോമൻ കോണ്ടാക്ട്, റോമും ഗ്രീക്കും ഒക്കെ ആയിട്ടുണ്ടായി ഗ്രീക്കും റോമും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ കോണ്ടാക്ട്സിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള അക്കൗണ്ട്സും ആർക്കിയോളജിക്കൽ എവിഡൻസിലൂടെയൊക്കെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള, ഇത്തരം പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊക്കെയുള്ള വിവരം നമുക്ക് കിട്ടുന്നത്. അപ്പൊ 3 രീതിയിലുള്ള ചീഫ്സിനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. കിലാർ ചീഫ്സ് വരുന്നുണ്ട്, വെളിർ ചീഫ്സ് വരുന്നുണ്ട്, വെന്താർ ചീഫ്സ് വരുന്നുണ്ട്. അതിലെ വെന്താർ ചീഫ്സിനെ കുറിച്ചാണ് ഞാൻ ഏറ്റവും ആദ്യം പറയുന്നത്. വെന്താർ ചീഫ്സിനെ കുറിച്ച് ആദ്യം ഡീൽ ചെയ്യാൻ കാരണം ചേര, ചോള, പാണ്ഡ്യാസ് അടങ്ങുന്ന അവരുടെ ആ ഒരു കാറ്റഗറി ഓഫ് ചീഫ്സിനെ ഡിനോട്ട് ചെയ്യുന്ന വാക്കാണ് വെന്താർ ചീഫ്സ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞത് കൊണ്ടാണ് ആ ഒരു വാക്കിനെ നമ്മൾ ആദ്യം എടുത്ത് പരിശോധിക്കുന്നത്. ചേര, ചോള, പാണ്ഡ്യാസ് അടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പിനെ, ആ ഒരു ചീഫ്റ്റൻസ്, ആ ഒരു ചീഫിന്റെ ഫോമിനെ, ആ ഒരു കാറ്റഗറിയെ നമ്മൾ വെന്താർ ചീഫ്സ്, ആ ഒരു വെന്താർ കാറ്റഗറി എന്നുള്ളത് കൂടെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ചേര, ചോള, പാണ്ഡ്യാസിനെ നമ്മൾ ഒന്നിച്ച് മൂവേന്തർ അല്ലെങ്കിൽ മൂവർ എന്നുള്ള രീതിയിലും കൂടെ വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിച്ചു വെക്കണം. പിന്നീട് കിലാർ ചീഫ്സ് വരുന്നുണ്ട്. കിലാർ ചീഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണ്ടർ ചീഫ്സ് ആണ്. ഈ വേട്ടയാടുന്ന ആ ഒരു വേട്ടയാടലിന് സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ചീഫ്സ് ആണ് കിലാർ ചീഫ്സ് എന്ന് പറയുന്നത്. എന്നാൽ അവരുടെ കീഴിൽ അഗ്രികൾച്ചറൽ ലാൻഡ്സും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ലേറ്റർ ഇന്റർപ്രിട്ടേഷൻസ് എല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അഗ്രികൾച്ചറൽ ലാൻഡിലെ വലിയ വലിയ നേതാക്കളെയും വലിയ വലിയ ലോർഡ്സിനെയും ലീഡേഴ്സിനെയും ഒക്കെ നമ്മൾ കിലാർ ചീഫ്സ് എന്നുള്ള വാക്കുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ ലേറ്റർ പീരീഡ് നമ്മൾ കാണുന്നുണ്ട്. ഇവരുടെ ഡിസെൻഡന്റ് ഗ്രൂപ്പ്സ്, അതായത് ഈ ചീഫ്സ് ആ ഒരു കാറ്റഗറിയിൽ, ഈ ഒരു കിലാർ ചീഫ്സിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കുറച്ച് സംഘങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബേഡർ, കുറവർ എന്ന് പറയുന്ന സംഘങ്ങളാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിനുശേഷം വരുന്ന ഒരു ചീഫ്ഡം, ആ ഒരു ചീഫ്സിന്റെ ഒരു ഫോമാണ് വെളിർ ചീഫ്സ് എന്ന് പറയുന്നത്. അവര് ഹിൽ ചീഫ്സ് ആണ്. കുന്നും മലയൊക്കെ ഉള്ള ആ ഒരു പ്രദേശത്തെ ചീഫ്സ് ആണ്. അവര് പാസ്റ്ററൽ ഏരിയ, കുറിഞ്ചി, മുള്ളിയൊക്കെയുള്ള ആ ഒരു ഏരിയയിലാണ് അവർ പൊതുവെ കാണപ്പെടുന്നത്. എലിൽ മലൈ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹിൽ ചീഫ്ഡം. വെളിർ ചീഫ്സിൽ വരുന്ന എലിൽ മലൈ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹിൽ ചീഫ്ഡം ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ വരുന്ന ഡിസെൻഡന്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് വേഡർ, ഇടയർ, കുറവർ എന്ന് പറയുന്ന ആ ഒരു സംഘങ്ങളാണ് വെളിർ ചീഫ്സിന്റെ കീഴിലുണ്ടായത്. വെണ്ടാസ് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഇനി വെണ്ടാർ ചീഫ്സിനെ കുറിച്ച് നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് എങ്കിൽ നമ്മൾ ചേര, ചോള, പാണ്ഡ്യാസിനെ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. പക്ഷെ അവരെ ഈ ഒരു പ്രീ സ്റ്റേറ്റ് ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ പ്ലേസ് ചെയ്യുമ്പോൾ അവരുടെ കുറച്ച് പ്രത്യേകതകളും കുറച്ച് ഫീച്ചേഴ്സും കുറച്ച് ഫാക്ട്സും ഒക്കെ നമുക്ക് പഠിക്കാനായി. ഇപ്പൊ ചേര, പാണ്ഡ്യ, ചോളാസിന്റെ ഇമ്പോർട്ടന്റ് ക്യാപിറ്റൽ, സ്ട്രാറ്റജിക് പോയിന്റ്സ്, ഇക്കോളജിക്കൽ സോൺ, എന്നിട്ട് അവരെ വിളിക്കുന്ന മറ്റ് പേരുകളും ഒക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. ചേര റൂളേഴ്സിന്റെ ക്യാപിറ്റൽ കരൂർ ആയിരുന്നു. അവരുടെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് പ്രദേശം, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് മുച്ചീരി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂരൊക്കെയുള്ള ആ ഒരു പ്രദേശമാണ്.
അതുപോലെ അവര് കുറിഞ്ചി ആ ഒരു സോണായിരുന്നു. നമ്മള് ഐന്തിനയിൽ പഠിച്ച കുറിഞ്ചി എന്ന് പറയുന്ന സോണിലായിരുന്നു ആ ഒരു ചേര ചീഫ്സ് പൊതുവെ ഉണ്ടായിരുന്നത്. അവരെ വിളിക്കുന്ന മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് കനകനാഥൻ എന്നാണ്. അത് ഫോറസ്റ്റിന്റെ നാഥൻ, കാടുകളുടെ നാഥൻ എന്നുള്ള പേരിൽ മലയൻ, ആ ഒരു എന്താ പറയാ കുന്നിന്റെയും മലയുടെയും ഒക്കെ നാഥൻ എന്നുള്ള രീതിയിൽ മലയൻ എന്നുള്ള രീതിയിലൊക്കെ അവരെ വിളിക്കുന്നുണ്ട്. പിന്നീട് പാണ്ഡ്യാസിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മധുരയാണ്. അവരുടെ ഇമ്പോർട്ടന്റ് പ്രദേശം, ഇമ്പോർട്ടന്റ് സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് കോർക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ്. അവര് ഇക്കോളജിക്കൽ സോൺ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പാണ്ഡ്യാസ് ഡൈവേഴ്സ് ഇക്കോളജിക്കൽ സോണിലാണല്ലോ. ഒരു മുല്ലൈ, പാലൈ, മീത്തൽ പോലുള്ള പ്രദേശങ്ങളാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. അവര് പൊതുവെ വിളിക്കുന്നത് യാനർ മയ്യർ കോമൻ എന്നാണ്. അതായത് ലീഡർ ഓഫ് ദ ലാൻഡ് വിത്ത് ന്യൂമറസ് ന്യൂ റിസോഴ്സസ്. യാനർ മയ്യർ കോമൻ എന്നുള്ള വാക്കുകൊണ്ട് അവരെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ചോളാസ് ആണ് വരുന്നത്. ഉറയൂർ ആണ് ക്യാപിറ്റൽ. പുഹാർ ആണ് അവരുടെ സ്ട്രാറ്റജിക് പോയിന്റ്. അവരുടെ ഇക്കോളജിക്കൽ സോൺ എന്ന് പറയുന്നത് മരുതം, മറ്റേ കൃഷിക്ക് പര്യാപ്തമായിട്ടുള്ള മരുതം ലാൻഡിലായിരുന്നു ചോളാസ് ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കാവേരി കിളവോൻ എന്നുള്ള വാക്കുകൊണ്ടാണ് ചോളാസിനെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്, അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. വെൻഡാർ ചീഫ്സിന് റിസോഴ്സ് അക്വയർ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് വ്യത്യസ്ത രീതിയിലൂടെയായിരുന്നു. അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടാക്സേഷൻ സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ടിരുന്നത് അവരുടെ സേവനങ്ങളിലൂടെയും അവർക്ക് ലഭിക്കുന്ന ഗിഫ്റ്റ് ആ ഒരു ഫോമിലും, അതുപോലെ തന്നെ കൊള്ളയടിക്കൽ, ഫോഴ്സ്ഫുള്ളി അവർ കൊള്ളയടിക്കൽ വിദ്യയിലൂടെയും ഒക്കെയായിരുന്നു അവർ പൊതുവെ വിഭവങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഇനി അവരുടെ പൊളിറ്റിക്കൽ പവർ അവർ കൈയാളിയിരുന്നത് ചില മെത്തേഡ്സ് വെച്ചാണ്. അതായത് സബ്ജുക്കേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്ന അവരുടെ ഡോമിനേഷൻ അവർ സൂചിപ്പിക്കുന്ന, അവരുടെ ഡോമിനേഷൻ അവർ കാത്തു സൂക്ഷിക്കുന്ന ചില മെത്തേഡ്സ് വെച്ചിട്ടാണ്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സബോർഡിനേഷൻ വിത്ത് ട്രിബ്യൂട്ടറി ഒബ്ലിഗേഷൻസ് എന്നാണ്. രണ്ടാമത്തെ എക്സ്പൾഷൻ, മൂന്നാമത്തെ മാരിറ്റൽ അലയൻസസ്. ആദ്യത്തെ ടോപ്പിക് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ചേരാസിനും ചോളാസിനും പാണ്ഡ്യാസിനും ഒരുപാട് സബോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നു. അവരുടെ കീഴിൽ ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു. ഈ നേതാക്കൾക്ക് കുറെ ഒബ്ലിഗേഷൻസും ഉണ്ടായിരുന്നു, കടമകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് സബോർഡിനേറ്റ് ചീഫ്സ് ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ട്രിബ്യൂട്ട്സ് കൊടുക്കുമായിരുന്നു. അതായത് ടാക്സ് പോലെ, എന്തെങ്കിലും ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും കൊടുക്കുമായിരുന്നു. അതിന് പകരമായിട്ട് നമ്മുടെ വെൻഡാർ ചീഫ്സിന്റെ കയ്യിൽ നിന്ന് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമായിരുന്നു. അത്തരം ഒരു ഒബ്ലിഗേഷൻസ്, ഒരു ഒബ്ലിഗേറ്ററി സ്റ്റേറ്റസ് ഉള്ള ഒരു സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സബോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇവരുടെ ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ ഇറൈവൻ, വെൻഡാർ ചീഫ്സിനെ ഇറൈവൻ എന്നുള്ള വാക്കുകൊണ്ടും അവർ വിളിക്കുന്നുണ്ട്. ഇറൈവൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ളവരുടെ സമ്പത്തും കാര്യങ്ങളും വാങ്ങുന്ന ആൾക്കാർ, ബാക്കിയുള്ളവരുടെ സമ്പത്തും കാര്യങ്ങളും പിടിച്ച് പറിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ നമുക്കതിനെ ഒരു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന് പരിമിതികളുണ്ട്. പക്ഷെ ആ ഒരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യം സബോർഡിനേഷൻ വിത്ത് ട്രിബ്യൂട്ടറി ഒബ്ലിഗേഷൻസ്, അതായത് സബോർഡിനേറ്റ്സ്, അവരുടെ കീഴിലും സബോർഡിനേറ്റ്സ് ആയിട്ട് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ ട്രിബ്യൂട്ട്സ് കൊടുക്കുമായിരുന്നു. എന്തെങ്കിലും രീതിയിൽ ഒരു ട്രിബ്യൂട്ട്സ് കൊടുത്തുകൊണ്ടായിരുന്നു അവർ ആ ഒരു ചീഫിന്റെ ആ ഒരു ഡോമിനേഷനെ അവർ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ എക്സ്പൾഷൻ ആണ്. അതായത് മാറ്റി നിർത്തലുകളിലൂടെ, കൂടെയും എല്ലാം അവരുടെ ആ ഒരു ഡോമിനേഷൻ സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ്. മൂന്നാമത് വരുമ്പോൾ മാരിറ്റൽ അലയൻസുകളാണ്. അത് പവർഫുൾ ആയിട്ടുള്ള പല കമ്മ്യൂണിറ്റീസിൽ നിന്നും അവരെ കല്യാണം കഴിച്ച് അവരായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നിലനിർത്താനുള്ള അവരുടെ ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. വെൻഡാർസിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് വിഭവങ്ങള് അക്യുമുലേറ്റ് ചെയ്യുക, വിഭവങ്ങൾ ശേഖരിക്കുക, അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കമ്മ്യൂണിറ്റിയിലെ എല്ലാവർക്കുമായി വിതരണം ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കടമ, ഒരു ജോലിയൊക്കെയാണ്. അത് ഈ വെൻഡാർസിന്റെ ആ ഒരു നെറ്റ്വർക്ക് നോക്കുവാണെങ്കിൽ, വെൻഡാർസിന്റെ ആ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ ഭയങ്കര വലുതായിരുന്നു. അതായത് അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ ഏരിയ ആയിരുന്നു അവര് ഭരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവിടെ വിഭവങ്ങൾ ശേഖരിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ അത് വിതരണം ചെയ്യുക എന്നുള്ളതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിയായ രീതിയിൽ അതായത് നല്ല വഴികളിലൂടെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നല്ല വഴികളിലൂടെ വിഭവങ്ങൾ ശേഖരിക്കുന്നതിന് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പ്ലണ്ടർ, കൊള്ളയടി അവരുടെ ഇടയിൽ വളരെ കോമൺ ആയിരുന്നു. അത് എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അവരുടെ ഇടയിൽ കൊള്ളയടി എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ വെന്താസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാൻഡിങ് ആർമി, ഒരു ആർമി എന്നുള്ള രീതിയിൽ ആർമി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവര് യുദ്ധങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വരുമ്പോൾ അവര് ആ ഒരു വാരിയേഴ്സ് എന്നുള്ള ആ ഒരു വിഭാഗത്തിൽ നിന്ന്, അത്തരം കമ്മ്യൂണിറ്റികളിൽ നിന്ന്, വാരിയേഴ്സ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അത്തരം കമ്മ്യൂണിറ്റീസിൽ നിന്നും ആ ഒരു ക്ലാൻസിൽ നിന്നും വാരിയേഴ്സിനെ ശേഖരിച്ചുകൊണ്ട് അവർ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് കീഴിൽ ഒരു അഡ്വൈസറി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു അഡ്വൈസറി ഗ്രൂപ്പിനെ അവയ്യം എന്നുള്ള പേരിലാണ് വിളിക്കപ്പെടുന്നത്. ആ ഒരു ഗ്രൂപ്പിന് ഒരു കൗൺസിൽ എന്നൊക്കെ പറയാവുന്ന ആ ഒരു ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും യോദ്ധാക്കളും പോയറ്റ്സും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ റിലീജിയൻ നോക്കുകയാണെങ്കിൽ റിലീജിയൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം വേദിക് റിലീജിയന്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, ആ ഒരു ഇൻസ്പിരേഷൻ അവരിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതിന്റെ ഒപ്പം തന്നെ ബുദ്ധിസ്റ്റ് ഇൻഫ്ലുവൻസും അവരിൽ കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഒപ്പം തന്നെ നേറ്റീവ് ആയിട്ടുള്ള, ഇൻഡിജീനസ് ആയിട്ടുള്ള കൊരവൈ പോലെയുള്ള, മുരുകൻ പോലുള്ള ദൈവങ്ങളെയും അവർ ആരാധിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ റിലീജിയസ് പാറ്റേൺ, അവരുടെ റിലീജിയനെ നമുക്ക് ഒറ്റ വാക്കിൽ ഇതായിരുന്നു അവരുടെ റിലീജിയൻ എന്ന് പറഞ്ഞ് കാണാനായിട്ട് സാധിക്കില്ല. കാരണം അത് ഒന്നും കൂടി കോംപ്ലക്സ് ആയിരുന്നു, ഒന്നും കൂടി എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലീജിയസ് സിസ്റ്റം ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വെന്താർ ചീഫ്സ് എന്ന് പറയുന്നത് ഒരു 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 വലിയ ചക്രവർത്തി ഒന്നും ആയിരുന്നില്ല, ഒരു അബ്സല്യൂട്ട് മൊണാർക്ക് ആയിരുന്നില്ല. ദ വെന്താസ് വേറിന്റ് അബ്സല്യൂട്ട് മൊണാർക്ക്. അവരെന്ന് പറയുന്നത് ബാക്കിയുള്ള ചീഫ്സുമായിട്ട്, ബാക്കിയുള്ള നാടുവാഴികളുമായും ബാക്കിയുള്ള പ്രദേശങ്ങളുമായും കമ്മ്യൂണിറ്റീസുമായിട്ടും അവരുടെ റിലേഷൻഷിപ്പ് എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട്, അവരുടെ പവർ ഷെയർ ചെയ്തുകൊണ്ട്, നെഗോഷിയേഷൻസിലൂടെയല്ല അവരുടെ ഡോമിനേഷൻ കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഞ്ഞു നാടുവാഴികളായിരുന്നു അവർ. അതല്ലാതെ അവരൊരു വലിയ അബ്സല്യൂട്ട് മൊണാർക്സ് ആയിട്ടൊന്നും കാണേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ അവസാനത്തെ ലൈൻ ഒന്ന് വായിക്കാം. ദ വെന്താസ് വേറിന്റ് അബ്സല്യൂട്ട് മൊണാർക്സ് ഷെയറിംഗ് പവർ വിത്ത് അതർ ട്രിബ്യൂട്ട് കളക്ടിംഗ് ചീഫ്സ് ആൻഡ് ഫേസിംഗ് റെസിസ്റ്റൻസ് ഫ്രം സം ഹിൽ ചീഫ്സ്. അതായത് അവർ അബ്സല്യൂട്ട് മൊണാർക്സ് ആയിരുന്നില്ല, അവർ പവർ ഷെയറിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ അവർക്ക് ബാക്കിയുള്ള ചീഫ്സിൽ നിന്നും നാടുവാഴികളിൽ നിന്നും റെസിസ്റ്റൻസും, അവർക്ക് ബാക്കിയുള്ള നാടുവാഴികളിൽ നിന്നും ചലഞ്ചസും പ്രശ്നങ്ങളും ഒക്കെ, എതിർപ്പുകളും ഒക്കെ നേരിടേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ സംഘ കാലഘട്ടത്തിലെ ആ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ നമ്മൾക്കപ്പോ പ്രീ സ്റ്റേറ്റ് സ്ട്രക്ചർ എന്ന് വിളിക്കാമല്ലേ. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട് മനസ്സിലാക്കിയത് അനുസരിച്ച് വ്യക്തമായിട്ടുള്ള ഒരു മൊണാർക്കിക്കൽ സ്ട്രക്ചറോ സ്റ്റാൻഡിങ് ആർമിയോ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനോ ഒന്നും ഇല്ലായിരുന്നത് കൊണ്ടും, അതുപോലെ തന്നെ വലിയ രീതിയിൽ ഒരു വർണ്ണ ജാതി പോലുള്ള വ്യവസ്ഥകളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടും, സോഷ്യൽ ഡിഫറൻസിയേഷൻസ് ഇല്ലാതിരുന്നത് കൊണ്ടും അവരുടെ ആ ഒരു സ്റ്റേറ്റ് സിസ്റ്റത്തെ, അവരുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ നമുക്ക് പ്രീ സ്റ്റേറ്റ് എന്ന് വിളിക്കാമല്ലേ. അപ്പൊ കൺക്ലൂഷൻ എന്താണ്? നമ്മൾ ഇത്രയും നേരം പഠിച്ചു വന്നതിന്റെ കൺക്ലൂഷൻ ആയിട്ട് നമ്മുടെ ആധാരമായിട്ടുള്ള പോയിന്റ്, നമ്മുടെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലെവൽ ഓഫ് ദ പീരിയഡ്, സംഘ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു എന്നുള്ളതാണ്. അതായത് സംഘ കാലഘട്ടത്തിൽ ഒരു പ്രീ സ്റ്റേറ്റ് സിസ്റ്റം ആയിരുന്നു നിലവിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത്തരം ഒരു പ്രീ സ്റ്റേറ്റ് അവസ്ഥയിൽ നിന്ന് സ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, ആ ഒരു മാറ്റം നടക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഈ വ്യത്യാസങ്ങള്, വേർതിരിവുകൾ ഉണ്ടായി വരുന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചു പ്രീ സ്റ്റേറ്റ് അവസ്ഥ എന്ന് പറയുന്നത് നോൺ സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ളത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങളുള്ള ഹയറാർക്കീസ് ഉള്ള അവസ്ഥയാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ ഈ പ്രീ സ്റ്റേറ്റ് അവസ്ഥയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് മാറണമെങ്കിൽ വേർതിരിവുകൾ ഉണ്ടായി വരണം അല്ലെ. അപ്പൊ അത്തരം വേർതിരിവുകൾ ഉണ്ടായി വരുന്നതിന്റെ ആദ്യ സൂചനകളും നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക്, ആ ഒരു ടുവേർഡ് സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് ഒരു സ്റ്റേറ്റ് ഫോർമേഷന്റെ, സ്ട്രാറ്റിഫിക്കേഷന്റെ എല്ലാം ആ ഒരു ഫോർമേഷൻസിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. അതിനെ കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. അപ്പൊ ഈ സ്ട്രാറ്റിഫിക്കേഷന്റെ, അതായത് വ്യത്യാസങ്ങൾ, വേർതിരിവുകളുടെ ഒക്കെ ആദ്യകാലത്തെ ആ ഒരു ടെൻഡൻസീസ്, ആ ഒരു ആദ്യകാലത്തെ ആ ഒരു വേർതിരിവുകളിലേക്കൊക്കെയുള്ള ഒരു ട്രാൻസിഷന്റെ ഒക്കെ ആദ്യകാലത്തെ എവിഡൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് ചേര ചോള പാണ്ഡ്യാസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. അവരുടെ കേന്ദ്രങ്ങളിൽ നിന്നാണ് നമുക്ക് ഇത്തരം ഈ ഒരു മാറ്റത്തിന്റെ എവിഡൻസുകളെല്ലാം കിട്ടുന്നത്. അവരുടെ ആ ഒരു കേന്ദ്രങ്ങളിൽ നിന്നാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ കുറച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ, അവരുടെ ക്രാഫ്റ്റ് കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, അതായത് ഈ കരകൗശല വസ്തുക്കളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നവർ, അവര് എല്ലാവരും ഒന്നിച്ച് ചേർന്ന് കോർപ്പറേറ്റ് ബോഡീസ് ആയിട്ട്, ട്രേഡ് യൂണിയൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അവരെല്ലാം അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന വാക്കാണ്. പക്ഷെ ആ ഒരു സെൻസിൽ നമുക്ക് കാണാനും പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം.
അത്തരം എന്താ പറയുക ഒരു കോർപ്പറേറ്റ് ബോഡീസിലേക്ക് അവർ വരികയാണ്. അതായത് ക്രാഫ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് എല്ലാം ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഓരോരോ സംഘങ്ങൾ ഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ഡിഫറൻസിയേഷന്റെ എല്ലാം ആദ്യകാലത്തെ എവിഡൻസുകളായിട്ടും ആദ്യകാലത്തെ എന്താ പറയുക ഫോർമേഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ആദ്യ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ഡിഫറെന്റ് ഫോംസ്, ഡിഫറെന്റ് കാറ്റഗറീസ് ഒക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ 2 രീതിയിലാണ് ഡിവിഷൻ ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ജനനത്തിന്റെ ബേസിസിലും രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് വിഭവങ്ങളുടെ ബേസിസിലും. ആദ്യത്തെ ഡിവിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഉയർന്ന ജാതി, കീഴ്ന്ന ജാതി എന്നുള്ള രീതിയിലൊക്കെ പറയാൻ പറ്റുന്ന പോലെ ജനനം കൊണ്ട് തന്നെ, അതായത് ഹൈ ബോൺ ആൻഡ് ലോ ബോൺ, ജനനം കൊണ്ട് തന്നെ ഉയർന്നവൻ, ജനനം കൊണ്ട് തന്നെ താഴ്ന്നവൻ എന്നുള്ള രീതിയിൽ 2 കാറ്റഗറീസ് ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവര് ഉയർന്നൂർ എന്നാണ് ഹൈ ബോൺസിനെ പറയുന്നത്, ഇല്ലിപ്പിറപ്പാലർ എന്നാണ് ലോ ബോൺസിനെ പറയുന്നത്. ഹൈ ബോൺസിൽ പ്രധാനമായിട്ട് നമുക്ക് ഊഹിക്കാവുന്ന പോലെ തന്നെ ബ്രാഹ്മിൻസും അപ്പർ ക്ലാസ്സസും ആണ് ഉണ്ടായിരുന്നത്. ലോ ബോൺസിൽ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു സെക്ഷൻസിനെ കവർ ചെയ്യുന്ന ആ ഒരു കാറ്റഗറി ആയിരുന്നു. അതിന്റെ ഒപ്പം തന്നെയുള്ള രണ്ടാമത്തെ കാറ്റഗറി വിഭവങ്ങളെ ബേസിസിലാണ് എന്ന് പറഞ്ഞു. അതായത് വിഭവങ്ങളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരും ആ വിഭവങ്ങൾ ഏറ്റുവാങ്ങുന്ന ആൾക്കാരും എന്നുള്ള രീതിയിൽ നമുക്ക് 2 രീതിയിൽ അവർ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. റീഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പുറവാളർ എന്നുള്ള പേരുകൊണ്ടും റീഡിസ്ട്രിബ്യൂട്ടീസിനെ ഇരവാളർ എന്നുള്ള പേരുകൊണ്ടും നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 2 ക്ലാസിഫിക്കേഷൻസ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം, പേരുകൾ ഓർത്ത് വെക്കണം. വ്യത്യസ്ത കാറ്റഗറീസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നതിന്റെ ഒപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് ഹയറാർക്കി ഫോം ചെയ്യുന്നത്. അതായത് ആ ഒരു പ്രിവിലേജ് പാറ്റേൺ ഉണ്ടല്ലോ, വലിയ ആൾക്കാർ, ഒരുപാട് പ്രിവിലേജ് ഉള്ള വലിയ ആൾക്കാർ, അതിന് കീഴിൽ കുറച്ച് പ്രിവിലേജസ് ഉള്ള ആൾക്കാർ, അതിന് കീഴിൽ ഒട്ടും പ്രിവിലേജസ് ഇല്ലാതെ അടിച്ചമർത്തപ്പെടുന്ന ആൾക്കാർ, ആ ഒരു ഹയറാർക്കി എല്ലാം രൂപപ്പെട്ട് വരുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ബ്രാഹ്മിൺ ഹൗസ് ഹോൾഡ്സ് ആണ്. ബ്രാഹ്മിൻസിന്റെ ആ ഒരു വീടുകളിൽ, ആ ഒരു കേന്ദ്രങ്ങളിൽ അവരുടെ കീഴിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആൾക്കാര്, അവരെ വേർതിരിച്ച് മറ്റൊരു ഗ്രൂപ്പായിട്ട് കാണുന്ന ഒരു ടെൻഡൻസി എല്ലാം ഡെവലപ്പ് ചെയ്ത് വരികയും അതിലൂടെ ഒരു ഹയറാർക്കിക്കൽ ഫോർമേഷൻ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടന്റ് ടേണിംഗ് പോയിന്റ് മിഡ് ഫസ്റ്റ് മില്ലേനിയം AD, അതായത് ആ ഒരു ഫസ്റ്റ് മില്ലേനിയം ADയെ നമുക്കൊരു ഇമ്പോർട്ടന്റ് ടേണിംഗ് പോയിന്റ് ആയിട്ട്, ആ ഒരു ടൈം പീരീഡ് നമുക്കൊരു ഇമ്പോർട്ടന്റ് ടേണിംഗ് പീരീഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇമ്പോർട്ടന്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ കാരണം ഈ ഒരു പീരീഡിലാണ് ഒരു ക്ലാസ് സ്ട്രക്ചറിന്റെ ആ ഒരു നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ ഒരു ക്ലാസ് സ്ട്രക്ചറിന്റെ രൂപപ്പെടലില്ല കാണുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്. ഒരു 5th 6th സെഞ്ചുറീസിലൊക്കെയാണ് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് സ്ട്രക്ചർ രൂപീകരണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഫ്ലോ അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റ് ആണ്. അതായത് അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്ത് വരികയാണ്, കൃഷി ഡെവലപ്പ് ചെയ്ത് വരികയാണ്. കൃഷി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പ്രധാനമായിട്ടും അവിടെ ഉണ്ടാകുന്ന 3 രീതിയിലൊരു ക്ലാസിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കുമല്ലേ. അതായത് ലാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവും, ലാൻഡ് പാട്ടത്തിനെടുത്ത വ്യക്തികൾ ഉണ്ടാവും, ഈ ലാൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇത്തരം 3 കാറ്റഗറീസ് ഉണ്ടായി വരുന്നത് നമ്മൾ കാണുന്നു. അപ്പൊ ഈ ഒരു അഗ്രികൾച്ചർ പ്രധാനമായി വരുമ്പോഴേക്കും, ലാൻഡ് ഇമ്പോർട്ടന്റ് ആയി വരുമ്പോഴേക്കും ഈ ഒരു 3 കാറ്റഗറീസ് ഉണ്ടായി വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു എന്താ പറയാ, ഈ ഒരു 3 ലെവലിലുള്ള കാറ്റഗറീസ് ഉണ്ടായി വരുന്നത് കൊണ്ട് തന്നെ അവിടെ സ്ട്രാറ്റിഫിക്കേഷനും ഉണ്ടാവുന്നത്. ലാൻഡ് ഓണേഴ്സ് ആയിരിക്കും പൊതുവെ ഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ, ആ ഒരു ലാൻഡിൽ പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ. അപ്പൊ ഒരു ക്ലാസ് സ്ട്രക്ചറിന്റെ ഇക്കണോമിക് സ്ട്രക്ചർ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സാമൂഹ്യ സ്ട്രക്ചേഴ്സിന്റെ, സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ എല്ലാം രൂപപ്പെടലും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. പിന്നീട് അഗ്രികൾച്ചറിന്റെ ആ ഒരു ഡെവലപ്മെന്റിന്, അഗ്രികൾച്ചറിന്റെ ആ ഒരു പോപ്പുലാരിറ്റിയുടെ ഒപ്പം തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് കരകൗശല വസ്തുക്കളുടെയും ക്രാഫ്റ്റിന്റെയും അവർക്ക് ആവശ്യമായ സംഭവങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രികൾച്ചറിന്റെ ഒപ്പം തന്നെ നിലകൊള്ളുന്ന മറ്റൊരു ഇൻഡസ്ട്രി, ആർട്ടിസാൻസ് എല്ലാം ഉൾപ്പെടുന്ന ആ ഒരു ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റ് കാണുന്നുണ്ട്. അവിടെയും ഒരുപാട് രീതിയിലുള്ള ഡിവിഷൻസും സോഷ്യൽ ഡിവിഷൻസും ഇത്തരം ഇൻഡസ്ട്രീസിന്റെയും ഇത്തരം കാറ്റഗറീസിന്റെ എല്ലാം ഡെവലപ്മെന്റോട് കൂടെ തന്നെ ഒരുപാട് ഡിവിഷൻസ് പിന്നീട് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് പ്രൊഡക്ഷനോട് ചേർത്ത് നിർത്തിക്കൊണ്ടും ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു
വ്യക്തിയുടെ ഒരു സ്റ്റേറ്റസ് എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലാൻഡിനോടുള്ള റിലേഷൻഷിപ്പിനെ ചേർത്ത് വെച്ചിട്ടാണ്. അത് ലാൻഡ് ഓണർ ആണെങ്കിൽ പൊതുവെ അയാളുടെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുമല്ലേ. ഇനി ലാൻഡിൽ വെറുതെ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റസ് വളരെ കുറഞ്ഞും ഇരിക്കും അല്ലെ. അദ്ദേഹം വെറും ഒരു വർക്കർ ആയിട്ട് മാത്രം അദ്ദേഹത്തെ കാണേണ്ടതായിട്ടും വരുമല്ലേ. അപ്പൊ ലാൻഡിനോടുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ലേറ്റർ ഈ ഒരു സംഘകാലഘട്ടത്തിന്റെ അവസാനമായപ്പോഴേക്കും നമുക്ക് ഉയർന്നു വന്ന് കാണുന്നത് ലാൻഡ് ബേസിസിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്ര രൂപീകരണം, സ്റ്റേറ്റ് ഫോർമേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സിലേക്ക് നയിച്ചിട്ടുള്ള 2 ഘടകങ്ങളാണ് സ്പ്രെഡ് ഓഫ് വെറ്റ് റൈസ് ഫാർമിംഗ്, ആ ഒരു നെൽകൃഷിയുടെ ആ ഒരു പോപ്പുലാരിറ്റി, അതിന്റെ സ്പ്രെഡ്, അത് പോപ്പുലർ ആകുന്നത് ഒരു കാരണമായിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ വെൽത്ത് കുമിഞ്ഞു കൂടുകയാണ്, സമ്പത്ത് കുമിഞ്ഞു കൂടുകയാണ്. അതിന്റെ ഒപ്പം തന്നെ സമ്പത്തുള്ളവർക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ വെൽത്തും സ്റ്റെബിലിറ്റിയും കൂടുന്നത് കൊണ്ട് തന്നെ പവർഫുൾ ആയിട്ടുള്ള കിങ്ഡംസ്, രാജഭരണങ്ങൾ ഉയർന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ രാജഭരണങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിങ്ഡംസ് ആണ് പല്ലവാസ്, ചോളാസ് ആൻഡ് പാണ്ഡ്യാസ് എന്ന് പറയുന്നത്. ഒരു രീതി വരെ ചേരാസിനും അത്തരം ഒരു ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട് എങ്കിലും നമുക്ക് വ്യക്തമായിട്ടൊരു ക്ലാസിഫിക്കേഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി വെറ്റ് റൈസ് ഫാർമിങ്ങിനെ കുറിച്ച് സംസാരിച്ചു അല്ലേ. ഇനി വെറ്റ് റൈസ് ഫാർമിംഗ് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഫോർമേഷനിലേക്ക് നയിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യുവാണെങ്കിൽ, വെറ്റ് റൈസ് ഫാർമിംഗ്, അത് നെൽകൃഷി വന്നതോടുകൂടെ തന്നെ കിൻ ബേസ്ഡ് ആയിട്ടുള്ള ലേബർ നോൺ കിൻ ബേസ്ഡ് ആയിട്ടുള്ള ലേബറായി മാറാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അതായത് ബന്ധുക്കൾ ഒന്നിച്ച് ചേർന്ന് അവരുടെ ആ ഒരു ലാൻഡിൽ, അവർ ഒന്നിച്ച് ഓൺ ചെയ്യുന്ന ലാൻഡിൽ കൃഷി ചെയ്യുന്നത് മാറിയിട്ട് നമ്മൾ ലാൻഡ് ഓണേഴ്സ് എന്നുള്ള രീതിയിലും ആ ലാൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലും ഒരു ഡിവിഷൻ വന്നതോടുകൂടെയാണ് ആ ഒരു ട്രാൻസിഷനിലൂടെയാണ് ആ ഒരു ഡിഫറൻസിയേഷൻ വന്നതോടുകൂടെയാണ് ഒരു സ്റ്റേറ്റ് ഫോർമേഷനിലേക്ക് നയിച്ചിട്ടുള്ള ഒരു ഘടകമായിട്ട് വെറ്റ് റൈസ് അഗ്രികൾച്ചർ റൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻസ്, ക്ലാൻ ബിക്കെയിം കാസ്റ്റ്, അതായത് ക്ലാൻ വംശങ്ങൾ ബേസ് ചെയ്തിട്ട് വംശങ്ങളായി ജീവിച്ചിരുന്ന ആൾക്കാർ ഇപ്പൊ കാസ്റ്റുകളായിട്ട് ഭിന്നപ്പെട്ട് ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയും ഇതിലൂടെ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ചീഫ്ഡംസ്, നാടുവാഴികളുടെ കീഴിൽ ഒരു ലീഡേഴ്സിന്റെ കീഴിൽ കുഞ്ഞു കുഞ്ഞു കമ്മ്യൂണിറ്റീസ് ആയിട്ട് ജീവിച്ചിരുന്ന ആൾക്കാർ, ട്രൈബൽ ബേസിലുള്ള കമ്മ്യൂണിറ്റീസ് ആയിട്ട് ജീവിച്ചിരുന്ന ആൾക്കാർ വലിയ രീതിയിൽ മൊണാർക്കീസ്, രാജഭരണം എന്നുള്ള രീതിയിൽ, രാജാവ് പ്രജ എന്നുള്ള രീതിയിലേക്ക് മാറാനായിട്ട് തുടങ്ങാനും കാരണം വെറ്റ് റൈസ് അഗ്രികൾച്ചർ ആണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഗ്രേറിയൻ എക്സ്പാൻഷന്റെ അതായത് നമ്മളൊരു കൃഷിയുടെ പോപ്പുലാരിറ്റി കൂടി വരുന്നതും അതിന്റെ സ്പ്രെഡ് നടക്കുന്നതും എല്ലാം കണ്ടല്ലേ. ഈ ഒരു എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ബ്രഹ്മദേയ വില്ലേജസ് ഉയർന്നു വരികയാണ്. ബ്രഹ്മദേയ വില്ലേജസ് എന്ന് പറയുന്നത് ബ്രാഹ്മിൻസിന് ഗ്രാൻഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള, ബ്രാഹ്മിൻസിന് ഒരു ഗിഫ്റ്റ് പോലെ കൊടുത്തിട്ടുള്ള വില്ലേജസ് ആണ്. അപ്പൊ അത്തരം വില്ലേജസിന്റെ ഉയർന്നു വരവുകളെല്ലാം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്നുണ്ട്. ഈ ഒരു അഗ്രികൾച്ചറിന്റെ എക്സ്പാൻഷന്റെ ഒപ്പം തന്നെ നടക്കുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് ബ്രഹ്മദേയ വില്ലേജസ് എന്ന് പറയുന്നത്. ബ്രഹ്മദേയ വില്ലേജസ് ഉയർന്നു വരാൻ കാരണം, ബ്രഹ്മദേയ വില്ലേജസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രാഹ്മിൻസിന് ഗ്രാൻഡ് ആയിട്ട് കിട്ടിയ, ബ്രാഹ്മിൻസിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ലാൻഡ്സ് ആണ്. അപ്പൊ ബ്രഹ്മദേയ വില്ലേജസിന്റെ ആ ഒരു വളർച്ചയോട് ഒപ്പം തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ് ബ്രാഹ്മിൻസിന്റെ സ്റ്റേറ്റസിന്റെ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത്. ബ്രാഹ്മിൻസിന് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റസ് കൊടുക്കാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ടുണ്ടായിരുന്നു ബ്രഹ്മദേയ വില്ലേജസ് എന്നുള്ളത്. ആ ഒരു ബ്രഹ്മദേയ വില്ലേജസിന്റെ ഉയർന്നു വരവും ബ്രാഹ്മിൻസിന്റെ സ്റ്റേറ്റസും ആ ഒരു സ്റ്റേറ്റിന്റെ ഫോർമേഷനും കൂടെ നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ ആ ഒരു പിക്ചർ ക്ലിയർ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ബ്രഹ്മദേയ വില്ലേജസിന്റെ ഡെവലപ്മെന്റിന് ശേഷം ഒരു 6-7 നൂറ്റാണ്ടുകളിലൂടെയും പിന്നീടും ആ ഒരു അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിലൂടെയും പിന്നീടും സൊസൈറ്റി കൂടുതൽ സ്ട്രക്ചേർഡ് ആവുന്നതും പിന്നീട് ഒന്നും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ രൂപത്തിലേക്ക് മാറുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇനി ബ്രാഹ്മിൻ വില്ലേജസിൽ മാത്രമല്ല ഇത്തരം സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും.
പറയുന്നത് നോൺ ബ്രാഹ്മിൻ വില്ലേജസിലും സ്ട്രാറ്റിഫിക്കേഷൻസും സ്ട്രക്ചേഴ്സും എല്ലാം ഫോം ചെയ്ത് വരുന്നുണ്ടെന്നും നോൺ ബ്രാഹ്മിൻ വില്ലേജസിലും വേർതിരിവുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബ്രാഹ്മിൻ വില്ലേജസിലെ വേർതിരിവുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയല്ലേ. അവരെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന അവരുടെ വേലക്കാരെല്ലാവരും മറ്റൊരു കാറ്റഗറിയായി രൂപപ്പെടുകയും അതിലൂടെ ഒരു ഹയറാർക്കി ഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നോൺ ബ്രാഹ്മിൻ വില്ലേജസിലും വെള്ളൻ വകെ എന്നാണ് കേട്ടോ നോൺ ബ്രാഹ്മിൻ വില്ലേജസിനെ പറയുന്നത്. നോൺ ബ്രാഹ്മിൻ വില്ലേജസുകളിലും ഇത്തരം ഒരു ഫോർമേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വെള്ളൻ വകെ എന്ന് പറയുന്ന ആ ഒരു സെറ്റിൽമെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു അഗ്രേറിയൻ കൃഷിയായിട്ട് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ലൊക്കാലിറ്റീസ് ആണ്, കുഞ്ഞു കുഞ്ഞു പ്രദേശങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു വില്ലേജസ് ആണ് വെള്ളൻ വകെ ലാൻഡ്സ് എന്ന് പറയുന്നത്. ഈ വില്ലേജസിനെ നമ്മൾ പൊതുവെ നാട് എന്നുള്ള പേരുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ബ്രഹ്മദേയ ലാൻഡിലും വെള്ളൻ വകെ ലാൻഡിലും ഉള്ള ആ ഒരു ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റിന് ശേഷം വന്നിട്ടുള്ള കാറ്റഗറൈസേഷൻ ആണ്, ഡിഫറൻസിയേഷൻ ആണ്. ലാൻഡ് ഹോൾഡേഴ്സ്, ലീസ് ഹോൾഡേഴ്സ്, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള രീതിയിലാണ് 3 രീതിയിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ലാൻഡ് ഹോൾഡേഴ്സ് ബ്രഹ്മദേയ വില്ലേജസിൽ വരുമ്പോൾ ബ്രഹ്മദേയ കിളവർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. വെള്ളൻ വകെ ലാൻഡിൽ ഉറാർ, നാട്ടാർ എന്നുള്ള പേരിലൊക്കെയാണ് ലാൻഡ് ഹോൾഡേഴ്സ് അറിയപ്പെടുന്നത്. ലീസ് ഹോൾഡേഴ്സ് കാരാളേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ കാരോളേഴ്സിന്റെ ഒപ്പം തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള മറ്റു കുറച്ച് അഗ്രികൾച്ചറൽ ഫാമിലീസ് ഉണ്ട്. അവർക്ക് കാണി റൈറ്റ്സ് ഉണ്ട്. കാണി റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാൻഡ് അവർക്ക് ഹെറിഡിറ്ററി ആയിട്ട് അവരുടെ ജീവിതകാലം മുഴുവൻ അവരുടെ ജീവിതകാലത്തിന് ശേഷം അവരുടെ മക്കളിലേക്ക് അത് തുടരുന്നത് പോലെ ഒരു പിന്തുടർച്ച അവകാശം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് കാണി റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്, അടിയാളേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്കിപ്പോ മലയാളത്തില് അടിയാൻ മക്കൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള രീതിയിൽ അവർ ഏറ്റവും ആ ഒരു പിരമിഡിന്റെ ആ ഒരു ഹൈറാർക്കിയുടെ ഏറ്റവും അവസാനത്തെ കാറ്റഗറി ആയിട്ട് അടിയാളേഴ്സും ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് വെള്ളൻ വകയിലും ബ്രഹ്മദേയ ലാൻഡ്സിലും രൂപപ്പെട്ട് വരുന്നത്. ഈ ഒരു സ്ട്രക്ചറൽ ഫോർമേഷൻ ആ ഒരു സംഘകാലഘട്ടത്തിന് ശേഷമുള്ള ഒരു ട്രാൻസിഷൻ പീരീഡിന് ശേഷമുള്ള ഒരു സ്റ്റേറ്റിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ചാപ്റ്റർ അപ്പൊ അങ്ങനെ അവസാനിക്കുകയാണ്. നമ്മളിപ്പോ നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒരു പ്രീ സ്റ്റേറ്റ് അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റിന്റെ ട്രാൻസിഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്, ആ ഒരു ട്രാൻസിഷൻ നടക്കുന്നത്, വേർതിരിവുകൾ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ള സമൂഹത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലെ ആ ഒരു പ്രീ സ്റ്റേറ്റ് അവസ്ഥകളെല്ലാം ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു എന്ന് തോന്നുന്നല്ലേ. കാരണം സ്റ്റേറ്റ് ഫോർമേഷൻ കാസ്റ്റ് സിസ്റ്റത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഒന്നും കൂടി എളുപ്പമുള്ള ഒരു പ്രോസസ് ആയിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരുപാട് ഡിബേറ്റുകൾ കാണുന്നതും ഒരുപാട് തിരുത്തലുകൾ കാണുന്നതും അതിന്റെ ഒപ്പം തന്നെ ഒരുപാട് ടേംസ് പഠിക്കേണ്ടതായിട്ട് വരുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലേ. പക്ഷെ എനിക്ക് പേഴ്സണലി സൗത്ത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ഫോർമേഷന്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ള കാര്യം ഒന്ന് പറയണേ. നമുക്ക് സമ്മറിയിലേക്ക് പോകാം, നമുക്ക് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. Vedic texts don't provide a complete picture but suggest key developments. നേരത്തെ പറഞ്ഞ പോലെ വേദിക് ടെക്സ്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല എങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആണ് ദ റോൾ ഓഫ് ചീഫ്സ് ആർ സീൻ ആസ് ഗ്രോയിങ് സ്ട്രോങ് ആസ് സിമിലർ ടു ദാറ്റ് ഓഫ് കിങ്സ്. വേദിക് ടെക്സ്റ്റുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ചീഫ്സിന്റെ ആ ഒരു റോള്, അവരുടെ പവർ എന്ന് പറയുന്നത് ഒന്നും കൂടെ വലുതായി കിങ് പവറിനോട് സമാനമാകുന്നതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. The political structures that were evolving were not stable. എന്നാൽ ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഒന്നും സ്റ്റേബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് അല്ലായിരുന്നു. The pre-state system in early Vedic period was characterized by the lineage society. പ്രീ സ്റ്റേറ്റ് സിസ്റ്റം, വേദിക് പീരീഡിൽ ഉണ്ടായിട്ടുള്ള പ്രീ സ്റ്റേറ്റ് സിസ്റ്റത്തെ ലീനിയേജ് സൊസൈറ്റി എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. വേദിക് പീരീഡിൽ ഉണ്ടായിട്ടുള്ള പ്രീ സ്റ്റേറ്റ് കാലഘട്ടത്തെ ആ ഒരു പ്രീ സ്റ്റേറ്റ് സ്ട്രക്ചറിനെ നമുക്ക് ലീനിയേജ് സൊസൈറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. എന്താണ് ലീനിയേജ് സൊസൈറ്റി എന്നുള്ള വാക്കില് ആ ഒരു ലീനിയേജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? റൊമീല താപ്പർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഹിസ്റ്റോറിയൻ ആയിരിക്കും അല്ലെ. റൊമീല താപ്പർ പറയുന്നതനുസരിച്ച് ലീനിയേജ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ കോർപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് unilineal kin with a formalized system of authority എന്നാണ് റൊമീല താപ്പർ പറയുന്നത്. അതായത് ലീനിയേജ് സിസ്റ്റം എന്ന് പറയുന്നത്
രക്തബന്ധമുള്ള കുറച്ച് ജനറേഷൻസ് കൂടെ ഒരു കുടുംബ വ്യവസ്ഥയിൽ നിന്ന് ആ ഒരു ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി സ്ട്രക്ചർ രൂപപ്പെട്ട് വരുന്നതിനെയാണ് ആ ഒരു ലീനിയേജ് സൊസൈറ്റി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത്. അപ്പൊ ഒരു ലീനിയേജ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ഉള്ള, ഒരു വ്യക്തമായിട്ടുള്ള ഒരു അധികാര രൂപമുള്ള ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു രക്തബന്ധമുള്ള വ്യക്തികൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു വംശത്തിന്റെ വ്യക്തമായ സ്ട്രക്ചറുള്ള, വ്യക്തമായ അധികാര രൂപമുള്ള ആ ഒരു വംശത്തെയാണ് ബന്ധുക്കൾ എല്ലാവരും ചേർന്നിട്ടുള്ള ആ ഒരു വംശാവലി എന്നൊക്കെ പറയില്ലേ. ഒരു വംശാവലി എന്നുള്ള വാക്കുകൊണ്ട് തന്നെ ലീനിയേജിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാമെന്ന് തോന്നുന്നു. ഒരു കുടുംബമാണ്, പക്ഷെ അതിന് വ്യക്തമായിട്ടൊരു അധികാര രൂപമുണ്ട് എന്നുള്ളത്. ആ ഒരു ഗ്രൂപ്പിനെ, ആ ഒരു സംഘത്തെ, ആ ഒരു കമ്മ്യൂണിറ്റീനെയാണ് ലീനിയേജ് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ വേദിക് പീരീഡിൽ നിന്ന് ഏർലി വേദിക് പീരീഡിലേക്ക് വരുമ്പോൾ ഏർലി വേദിക് പീരീഡ് ഇസ് എ ട്രാൻസിഷണൽ പീരീഡ്. പ്രീ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് മാറുന്ന ഒരു കാറ്റഗറി, മാറുന്ന ഒരു കാലഘട്ടം, പ്രീ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ് വേദിക് ഏജ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി സൗത്ത് ഇന്ത്യയിലേക്ക് വരുവാണെങ്കിലോ, ഇൻ ദ സൗത്ത് ദ പ്രീ സ്റ്റേറ്റ് സോഷ്യൽ ഫോർമേഷൻ വാസ് എ ബ്ലെൻഡ് ഓഫ് 4 ഫോംസ് ഓഫ് സബ്സിസ്റ്റൻസ്. നേരത്തെ പറഞ്ഞ പോലെ 4 രീതിയിലുള്ള സബ്സിസ്റ്റൻസ് പാറ്റേൺ ഉണ്ട്. 4 രീതിയിലുള്ള ഉപജീവന ക്രമങ്ങളുടെ ഒരു ബ്ലെൻഡ് ആയിട്ട് ഒരു കൂട്ടമായിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ രൂപീകരണത്തിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഐന്തിനായി എന്നൊക്കെ പഠിച്ചല്ലോ, അതിൽ 4 രീതിയിലുള്ള സബ്സിസ്റ്റന്റ് പാറ്റേൺസ് ഉൾക്കൊള്ളുന്ന ആ ഒരു രൂപപ്പെടലാണ് പ്രീ സ്റ്റേറ്റ് അവസ്ഥയിൽ ഉണ്ടായിരുന്നത്. ട്രാൻസിഷൻ ടു സ്റ്റേറ്റ് ഇൻ സൗത്ത് ഇന്ത്യയിൽ ഈ ഒരു ട്രാൻസിഷൻ നടക്കുന്നത് 6-ാം നൂറ്റാണ്ടിലെ 6th century ഏരിയയോട് കൂടെയാണ്. അതും ഉണ്ടായി വരുന്നത് പല്ലവാസ്, പാണ്ഡ്യാസ്, ചേരാസ്, ചോളാസിന്റെ അവരുടെ കിങ്ഡംസ് എല്ലാം റൈസ് ചെയ്ത് വരുന്നതിലൂടെയാണ് ഈ ഒരു ട്രാൻസിഷൻ നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. നമ്മുടെ ക്ലാസ് ഇങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മള് പ്രീ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റേറ്റിലേക്കുള്ള, നോൺ സ്ട്രാറ്റിഫൈഡിൽ നിന്ന് സ്ട്രാറ്റിഫൈഡ് സമൂഹങ്ങളിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പഠിച്ചു. നോർത്ത് ഇന്ത്യയിലെ വേദകാലഘട്ടത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയറിലും സൗത്ത് ഇന്ത്യയിലെ സംഘം ലിറ്ററേച്ചറിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിലും നമ്മൾ രണ്ടും കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു ചീഫ്ഡംസ്, ഒരു ട്രൈബൽ കാറ്റഗറിയിലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റി ഫോർമേഷൻസിലുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ചീഫ്ഡംസിൽ നിന്ന് എങ്ങനെയാണ് വലിയ രാജഭരണങ്ങളിലേക്ക് ഉള്ള ആ ഒരു മാറ്റം സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൺവേ ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും മെന്റേഴ്സിനോട് കൺവേ ചെയ്യേണ്ടതാണ്. ഡൗട്ട് ഒന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസും കുറച്ച് വാക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടേംസും വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 2023 ജൂൺ എക്സാമിലെ ആദ്യത്തെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ എത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കും ഈ ഒരു ചാപ്റ്റർ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാമല്ലോ. ചോദ്യം വായിക്കാം. ഡിസ്കസ് ദ നേച്ചർ ഓഫ് ചീഫ്ഡംസ് ദാറ്റ് ഇവോൾവ്ഡ് ഇൻ തമിഴകം ഇൻ ഏർലി ഹിസ്റ്റോറിക് പീരിയഡ്. 20 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും നമ്മൾ എഴുതേണ്ടത്? നമ്മൾ 2 ക്ലാസ്സിലുമായിട്ട് എടുത്ത കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു തമിഴകത്തെ ആ ഒരു ചീഫ്ഡംസിന്റെ ഫോർമേഷനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അത് ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നു, ഐൻതിനൈ കോൺസെപ്റ്റ് മുതൽ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റിഫിക്കേഷൻ രൂപപ്പെട്ട് വരുന്നത്, ഡിഫറെന്റ് കാറ്റഗറി ഓഫ് ചീഫ്സ് നമ്മൾ പഠിച്ചു. വെളിയർ ചീഫ്സ്, വെന്താർ ചീഫ്സ്, അവരുടെ പ്രത്യേകതകള്, അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് ഇതിന്റെ സ്ട്രാറ്റിഫിക്കേഷൻ വരെയുള്ള കാര്യങ്ങൾ, എവിടെ നിന്നാണോ നമ്മൾ സൗത്ത് ഇന്ത്യ തുടങ്ങിയത് അത് മുതൽ അതിന്റെ ആ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ, ആ ട്രാൻസിഷൻ സംഭവിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി ഇത്തരം വലിയ ക്വസ്റ്റ്യൻസ് എല്ലാം അഡ്രസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും കോട്ട് വെച്ചിട്ടോ ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിയൻസിന്റെ വർക്കൊക്കെ കോട്ട് ചെയ്തുകൊണ്ടൊക്കെ തുടങ്ങാറുണ്ട്. അപ്പൊ അത്തരം എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട്, ഒരു കോട്ട് കൊടുത്തുകൊണ്ടൊക്കെ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ഹെഡിങ് കൊടുത്തുകൊണ്ട് ഒരു ടൈറ്റിൽ ഒക്കെ വെച്ചിട്ട് എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഉള്ളിൽ നമുക്ക് അധികം കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും ആദ്യത്തെ ഇംപ്രഷൻ നന്നാക്കാനായിട്ട് ഒരു ടൈറ്റിൽ ഒക്കെ കൊടുത്തിട്ട് എഴുതുന്നത് ഒന്നുകൂടി നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്.
എന്റെ ഒരു പേഴ്സണൽ സജഷൻ മാത്രമാണ്, നിർബന്ധമില്ല. കൂടുതൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. പിന്നെ എല്ലാ പോയിന്റ്സും അടിവരയിട്ടിട്ടൊക്കെ ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, അധികം നമ്മളിപ്പോ ഓൾറെഡി നോക്കി പോയിട്ടുള്ളതാണ്. PPTs എല്ലാം PPT കവർ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ അവസാന ഭാഗത്തിൽ വരുന്ന അത്തരം ആ ഒരു നേച്ചർ കാര്യങ്ങൾ, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അവരുടെ ചേരാചോള, അവരുടെ ലൊക്കേഷൻ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം അവരുടെ സ്ട്രക്ചറിലേക്ക് വരിക, അവരുടെ എങ്ങനെയായിരുന്നു അവരുടെ ഇക്കണോമി, എങ്ങനെയായിരുന്നു അവരുടെ അത്തരം റിലീജൻ എങ്ങനെയായിരുന്നു, അതെല്ലാം ഡീൽ ചെയ്യുക. അതിനുശേഷം അവരുടെ ഒരു ഡോമിനൻസ് എങ്ങനെയാണ് നിലനിർത്തിക്കൊണ്ടിരുന്നത്, അവരുടെ വേസ് ഓഫ് സബ്ജുഗേഷൻ എങ്ങനെയായിരുന്നു, ഇപ്പൊ ഡീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് പോയാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് എഴുതി വെക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈസി ആണെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ അഭിപ്രായം പറയണം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് എഴുതി നോക്കണം. ചുമ്മാ പോയിന്റ് ആയിട്ട് എഴുതിയാലും മതി. ജസ്റ്റ് ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നതും ഒന്നുകൂടെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു എവരി വൺ.